ഹബീബ്സ് വെൽക്കം ബാക്ക്. അന്നോണിന്റെ 11ാമത്തെ എപ്പിസോഡാണിത്. തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ച അതേ സീൻ തന്നെയാണ് കാണുന്നത്. യുവാൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പം ഷിയാൻ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. യുവാൻ കയ്യിലേക്ക് നോക്കിയിട്ട് ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ പിടിച്ചു നിർത്തുന്നതെന്ന് പറഞ്ഞ് ഷിയാനെയും കൂട്ടിയിട്ട് നേരെ വീടിന്റെ അകത്തേക്ക് കയറുവാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പയ്യന്മാര് കിസ് ചെയ്യുന്നതാണ്. കിസ് ചെയ്തുകൊണ്ടാണ് രണ്ടും കൂടെ ഷിയാന്റെ റൂമിലേക്ക് വരുന്നത്, അതും ഡ്രസ്സ് അഴിച്ചോണ്ട്. അങ്ങനെ ഒന്ന് ഭയങ്കരമായിട്ട് കിസ് ചെയ്യുന്നുണ്ട്. പയ്യന്മാര് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കിസ് ചെയ്യുന്നു. അയ്യോ, ഈ ഒരു സീൻ കണ്ടപ്പോ ഞാൻ അവിടെ കിടന്ന് ലിറ്ററലി കാറിക്കോ വിളിക്കുന്നു, ബെഡിൽ കിടന്ന് തുള്ളിച്ചാടുന്നു, എന്തൊക്കെയൊക്കെയോ കളിയായിരുന്നു. അത്ര സന്തോഷമായിപ്പോയി. അത് നിങ്ങൾക്ക് എന്റെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇവരിങ്ങനെ റൊമാൻസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നേരത്തെ അവരെ സ്റ്റെപ്പിൽ കൂടെ കയറി എന്ന സമയത്ത് ഷിയാൻ യുവാന്റെ കയ്യിൽ നിന്ന് കൈ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ മേലേക്ക് വരുന്നില്ലെന്ന് ഷിയാൻ. എന്താ മനസ്സിലാവാത്തത്? എനിക്ക് നിങ്ങളൊരു ബ്രദറിനെക്കാട്ടും മേലായിട്ട് വേണം, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം, എപ്പോഴും ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് യുവാൻ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവരെ കിസ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്, പിന്നെ അവരുടെ പഴയ മെമ്മറീസ് കാണിക്കുന്നുണ്ട്. ഭയങ്കര ഹാർഡായിട്ടും സ്പീഡായിട്ടൊന്നും ഇല്ലാണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടും സ്ലോ ആയിട്ടും ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് വരുന്ന ഒരു ലവ് മേക്കിംഗ് ആണ്. നേരത്തെ യുവാൻ ചോദിച്ചതിന് ഷിയാൻ ഓക്കെ പറയുന്നതും അതിനുശേഷമാണ് രണ്ടുപേരും കൂടെ കിസ് ചെയ്ത് മേലേക്ക് വന്നത്. ഈ ഒരു സീനൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. മാറി മാറിയാണ് എല്ലാം കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൊത്തത്തിലെല്ലാം കൂടെ പറഞ്ഞത്. പിന്നെ നമ്മൾ രാവിലെയാണ് കാണുന്നത്, യുവാന്റെ കയ്യിൽ ഷിയാൻ കിടക്കുകയാണ്. ഇത് ശരിക്കും ഒരു സ്വപ്നാണോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് യുവാൻ നിൽക്കുന്നത്. ഇത് കേട്ടിട്ട് ഷിയാൻ ചിരിക്കുന്നുണ്ട്. ഇത്രയും കാലം ഷിയാനാണ് എന്നെയും ലിലിനെയും നോക്കിയത്, ഇനി മുതൽ ഷിയാന്റെ ബാക്കി കാലത്ത് ഞാൻ ഷിയാനെ നോക്കിക്കോട്ടെ എന്ന് യുവാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലിലിയോ എന്ന് ചോദിക്കുമ്പം അത് പേടിക്കണ്ട, അവളെ സാൻപിങ് നോക്കിക്കോളുന്ന് യുവാൻ. അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാതെ ഷിയാൻ യുവാനെ കിസ് ചെയ്യാണ് ചെയ്തത്. അൾട്ടിമേറ്റ് കിസ്. ഇതൊക്കെ കണ്ടിട്ട് തുള്ളിച്ചാടുമായിരുന്നു. ഈ ചില സീരീസിലെ ചില കിസ് സീൻ കണ്ടാൽ മാത്രമേ നമ്മൾ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുള്ളൂ. അതേപോലെയാണ് എനിക്ക് സ്റ്റേ വിത്ത് മീ കിസ്സിങ്സ് ഉണ്ടല്ലോ, അത് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ലിങ്ത്തിലെ കിസ്. അങ്ങനെ ചില കിസ്സൊക്കെ കാണുമ്പോൾ കാറിക്ക് വിളിച്ചതാക്കും, അത്രത്തോളം സന്തോഷമായിരിക്കും. അത് കഴിഞ്ഞാൽ പതിയെ സ്വന്തം റൂമിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഷിയാന്റെ ഡോറ് വളരെ പതിയെ സൂക്ഷിച്ചടച്ചിട്ടേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ ലിലി യുവാൻ അകത്ത് കയറുമ്പോഴേക്കും തന്നെ വന്ന് ഡോർ നോക്ക് ചെയ്യുന്നുണ്ട്. ഷിയാന്റെ റൂമിൽ നിന്നല്ലേ നീ ഇപ്പോൾ വന്നത്, ഞാൻ നിന്റെ ഡോറ് ഓപ്പൺ ആയി കിടക്കുന്ന കണ്ടതാണ്. അല്ല അതൊക്കെ പോട്ടേന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ അടിമുടി ഒന്ന് നോക്കുകയാണ്. ചെക്കനാണെങ്കിൽ ആപ്പടെ പേടിച്ചിരിക്കുകയാണ്. ആകപ്പാടെ ഒരു ട്രൗസർ മാത്രം ഇട്ടിട്ടാണല്ലോ നിൽക്കുന്നത്. ഇവൾ അടിമുടി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ അടി ഉണ്ടാക്കിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അയ്യോ, ഇനിയിപ്പോൾ നീ അവനെ അടിച്ചിട്ട് ബോധം പോയി പോലീസ് വരുന്നവരെ കാത്തു നിൽക്കാനാണോ എന്നും പറഞ്ഞ് ഇവളാണെങ്കിൽ ഓവറായിട്ട് ആക്ഷനും ഇട്ട് നേരെ ഷിയാന്റെ റൂമിലേക്ക് തുറന്ന് കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവളെ പിടിച്ചിരുത്തിയിട്ട് ഏയ് അതൊന്നല്ല, ഷിയാൻ ഉറങ്ങുകയാണെന്ന് ചിരിച്ചോണ്ട് നമ്മുടെ ചെക്കനെ പറയുന്നുണ്ട്. ഉറങ്ങുകയാണെന്നാ? അല്ല നിങ്ങളുടെ വഴക്കൊക്കെ തീർന്നോന്ന് അവള്. വഴക്ക് തീർന്നല്ലോന്ന് യുവാൻ. അല്ലേലും നിങ്ങളിങ്ങനെയാണ്, ഒരു സമയത്ത് വഴക്കുണ്ടാക്കും, കുറച്ച് കഴിയുമ്പം പിന്നെയും പാച്ചപ്പം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ ഈ കുഞ്ഞു മണ്ട വെച്ച് ഒരുപാട് സ്ട്രെസ് ചെയ്യാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞ് അവളെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ഒരു ആശ്വാസത്തില് ആള് സ്വന്തം റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഷിയാൻ അവര് പുതിയൊരു ഗെയിം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പ്രസന്റേഷൻ കേട്ടോണ്ടിരിക്കാണ്. അതിലാണെങ്കിൽ ഒരു ഇന്റിമേറ്റ് സീൻ ഉണ്ട്. കിസ് ചെയ്യുന്ന സമയത്ത് ഒരു 70% നമുക്കത് റിയൽ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയും പറഞ്ഞ് ഇവരെ ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കനാണെങ്കിൽ ലിപ്സിലേക്ക് കൈവച്ച് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവര് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ചിക്കനാണെങ്കിൽ നോക്കുമ്പം അവിടെ ഇരിക്കുന്ന എന്തോ ഒരു സാധനം തട്ടിയിടുന്നുണ്ട്. എന്ത് പറ്റി നിനക്കെന്ന് അവര് ചോദിക്കുമ്പം ഒന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് തട്ടിപ്പോയതാണ്, അല്ല നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാമെന്ന് അവര് പറയുമ്പം ഇല്ല ഇത് നല്ല ഗെയിമാണ്, നല്ലതാണെന്ന് ഷിയാൻ. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഡോക്ടറും ലിയും കൂടെ സംസാരിക്കുന്നതാണ്. അവരെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ടോക്കാണ് അവർ തമ്മിൽ നടക്കുന്നത്. അതേപോലെ മറ്റേ ഗ്യാങ്ങിലെ ആ പയ്യനുണ്ടല്ലോ എപ്പോഴും ഷിയാന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന അവന്റെ കാര്യം മേലെയുള്ള ആൾക്കാരെ നോക്കിക്കോളെന്ന് പറയുന്നുണ്ട്. ഇവരെ വലിയൊരു ഗ്യാങ് ആണല്ലോ, അപ്പൊ മേലെ കുറെ ആൾക്കാരുണ്ട്, അവര് നോക്കിക്കോളെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കാണുമ്പം ഇവര് തമ്മിൽ സെറ്റാക്കാന്ന് തോന്നുന്നു. എന്തോ ഇവര് തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. കപ്പിളാവുകയാണെങ്കിൽ സെറ്റായിരിക്കും. ബിസി അല്ലെങ്കിൽ ഒരു ടച്ചിലിരിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് അവരെ പിരിയുന്നതും. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ പയ്യന്മാർ രണ്ടും കൂടെ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. അതും അവരെപ്പോഴും വരുന്ന ആ ഒരു ഹോട്ടലുണ്ടല്ലോ, ആ ഒരു സ്ഥലത്തേക്ക്, അതായത് ലീൻ്റെ ആളുടെ ആ ഒരു ഹോട്ടലുണ്ടല്ലോ അവിടേക്ക് തന്നെ. ഷിയാൻ യുവാന് ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. എന്താ നിങ്ങൾ ഇത്ര അൺറൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നത് എന്ന് യുവാൻ. അതെന്തിപ്പോൾ അങ്ങനെ പറയാനെന്ന് ഷിയാൻ. അല്ല നിങ്ങൾക്കൊരു ഫാൻസി റെസ്റ്റോറൻറ്റ് നോക്കിക്കൂടായിരുന്നോ, വൈനും മ്യൂസിക്കും ഡെസേർട്ടും ഒക്കെയുള്ള?
ഓ അതാണോ കാര്യം എന്നും പറഞ്ഞ് അവിടുത്തെ ഓണറെ വിളിക്കുന്നുണ്ട്. അപ്പൊ ആളൊരു വൈൻ ബോട്ടിലും 2 ഗ്ലാസും കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വൈൻ ഒഴിച്ചുകൊണ്ട് നമ്മുടെ ചിക്കൻ പറയുന്നുണ്ട്, ഇനി ഞാൻ റൊമാൻറ്റിക് അല്ലെന്ന് പറയരുത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് മൊത്തം നമുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിസർവ് ചെയ്തിട്ടുള്ളത്. ഞാൻ റൊമാൻറ്റിക് ആയാൽ എനിക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് യുവാൻ ആ ഒരു വൈന് എടുത്തൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഷിയാൻ ആ വൈൻ തരുന്ന സമയത്ത് യുവാൻ അവൻ്റെ കയ്യിലേക്ക് പിടിച്ച് വലിച്ച് ഷിയാനെ കിസ് ചെയ്യാണ്. ഞാനിങ്ങനെ ചിരിക്കുന്നതും കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. സംഭവം ഷിയാനും യുവാനും കൂടെ സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കാലമായിട്ട് കാത്തിരിക്കുന്നയാളെ. 2 മാസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അയ്യോ ഭയങ്കര മിസ്സിങ് ആയിരുന്നു ഒരു സീരീസ്. ഓരോ ദിവസവും എപ്പോൾ പരിപാടി അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അത്രത്തോളം വെയിറ്റ് ചെയ്ത് സെറ്റായതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചെറിയ മൊമെന്റ്സ് പോലും കാണുമ്പം ഭയങ്കര ഹാപ്പി. അതാ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് സെറ്റാക്കാം. കിസ് അത് കഴിഞ്ഞിട്ട് ഷിയാനാണെങ്കിൽ ഭയങ്കര നാണം, യുവാനാണെങ്കിൽ ഷിയാന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കടക്കാരൻ വന്നിട്ട് അവിടെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നുണ്ട്. ഇപ്പം ഇത് റൊമാൻറ്റിക് ആയി എന്ന് പറഞ്ഞിട്ട് ആള് പോവാണ്. അങ്ങനെ നമുക്ക് ക്യാൻഡിലുമായി ഇനി എന്താ നിനക്ക് മ്യൂസിക് അല്ലേ വേണ്ടത് എന്നും പറഞ്ഞ് നമ്മുടെ കടക്കാരൻ്റെ അടുത്ത് തന്നെ പാടാൻ പറയാണ് ഷിയാൻ. അങ്ങേരാണെങ്കിൽ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. ആള് ഷൈ ആണ്, കുറച്ച് റിസർവ്ഡ് ടൈപ്പ് ആണെന്ന് പറഞ്ഞ് ഷിയാനാണെങ്കിൽ പിന്നെ വാവത്ത് പിടിച്ച് ആകപ്പെടെ ഷൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സീൻ കണ്ടിട്ട് ഷിയാനെക്കാട്ടും ഷൈ ആയത് ഞാനാണെന്ന് തോന്നുന്നു. മേ ബി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും ഫീൽ ചെയ്തത്. ആ നേരത്തെ കണ്ട് ഇൻറ്റിമേറ്റ് സീനിനെക്കാട്ടും ഒരു റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്തത് ഇതായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് ഷിയാന്റെ അമ്മ മരിക്കാൻ കിടന്ന ആ ഒരു സീനും കണ്ട് ഉറക്കത്തുനിന്ന് പേടിച്ച് ഞെട്ടി എണീക്കുന്ന ഷിയാനാണ്. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കോളം വരുന്നുണ്ട്, അവൻ്റെ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നെന്നും പറഞ്ഞ്. ഷിയാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഡോക്ടർ എന്താണ് ഷിയാൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് കേൾപ്പിക്കുന്നുണ്ട്. ആ തലയിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ സർജറി ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാവാണ് ചെയ്യുക. ഇനിയിപ്പോൾ സർജറി ചെയ്താൽ പോലും അത് കറക്റ്റായിട്ട് വരണമെന്ന് നിർബന്ധമില്ല. ഷിയാൻ്റെ ഞരമ്പുകളെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഡെയിലി ലൈഫിനെയും സർജറി കഴിഞ്ഞിട്ട് അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അത്ര സക്സസ്ഫുൾ ആവാനുള്ള ചാൻസസ് കുറവാണെന്ന് അർത്ഥം. ഇത് കേട്ടിട്ട് ഷിയാനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് ഒരു ബ്രോക്കായി പോവും, അജാതിയാണ് പാവം കിടന്ന് കരയുന്നത്. അങ്ങനെ അടുത്ത സീനിൽ ഷിയാനും യുവാനും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് യുവാൻ പറയുന്നുണ്ട് ലിലി സാൻപിങ്ങിനെ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള നിലയ്ക്ക് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരും, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന്. അവനെ പറ്റിക്കായിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിയാൻ നിൽക്കുന്നത്. ശരിക്കും അവള് നല്ല സ്മാർട്ടാണ്, നമ്മുടെ മുന്നിൽ അങ്ങനെ അല്ലാത്ത പോലെ നിൽക്കുന്നതാണെന്ന് പറഞ്ഞ് യുവാൻ. അതേതായാലും നന്നായി, അവള് സ്മാർട്ടായതുകൊണ്ട് ഫ്യൂച്ചറിൽ ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കാൻ പറ്റുമല്ലോ, ഫ്യൂച്ചറിലെങ്കിലും ഒറ്റയ്ക്ക് കുറേ നിൽക്കണ്ടല്ലേ എന്നുള്ള രീതിക്ക് ഷിയാൻ പറയുന്നുണ്ട്. ഇത് നമ്മുടെ യുവാനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ആളൊരു മാതിരി രീതിക്ക് ഷിയാനെ നോക്കുന്നുണ്ട്. എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകണം, നീ ഇത് കഴിക്കുകയെന്ന് പറഞ്ഞ് ഷിയാൻ എണീറ്റ് പോകാൻ നിൽക്കുകയാണ്. ഇതെങ്കിലും കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് യുവാൻ ഞാൻ പോവാണ്. വൈകുന്നേരം ഷിയാൻ വരുമ്പോഴേക്കും എന്തോ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം യുവാൻ പറയുന്ന കേട്ടിട്ട് അത് ലിലിക്ക് ഇഷ്ടമല്ലെന്ന് ഷിയാൻ. അതിന് അവളുടെ ഒരു കാര്യം നോക്കുന്നു. നിങ്ങളാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാണ് യുവാൻ നിൽക്കുന്നത്. ഇതും കേട്ട് പോവാൻ നിന്ന് ഷിയാൻ തിരിച്ചു വന്ന് യുവാനെ ഹഗ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ടൈറ്റായിട്ട് ഭയങ്കര വിഷമത്തിലാണ് ഹഗ് ചെയ്യുന്നത്. ഇത് ബ്രദറിൻ്റെ അടുത്ത് നിന്നുള്ള ഹഗ്ഗാണോ അതോ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നുള്ളതാണോ എന്ന് യുവാൻ ചോദിക്കുന്നുണ്ട്. അതിന് റിപ്ലൈ കൊടുക്കാതെ യുവാൻ്റെ നെറ്റിയിലേക്ക് കിസ് ചെയ്യാണ് ഷിയാൻ ചെയ്യുന്നത്. അതുപോലെ ഭയങ്കര സാഡാണെന്ന് കണ്ണ് കണ്ടാലേ അറിയാം. ഈ ഒരു സീൻ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും ഭയങ്കരമായിട്ടൊരു പെയിൻ തോന്നും. യുവാനും ഷിയാൻ പോയതിന് ശേഷം അവിടെ വിഷമിച്ച് പോയിരിക്കുന്നുണ്ട്. ഷിയാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് തിരിച്ചു വരുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര പെട്ടെന്ന് അത് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് പോകാനും അവനെ റിക്കവർ ആവാനും എളുപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് ഡോക്ടർ പറഞ്ഞത്. ഫാമിലീൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞ് ഡോക്ടർ അവനെ പറഞ്ഞു വിട്ടത്. ആളും ഭയങ്കര സാഡായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇവിടെ നമ്മുടെ യുവാനാണെങ്കിൽ പുറത്താണുള്ളത്. സാൻപിങ്ങിനെ വിളിച്ച് കമ്പനിയിൽ ഷിയാൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് സാൻപിങ്. അവിടെ ലിലിനെ വിളിച്ച് വീട്ടിൽ ഷിയാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അവിടെ ഇല്ലെന്ന് അവള്. ഷിയാൻ, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നൊന്നും മറച്ചു വെക്കാത്തതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് യുവാൻ അവിടുന്ന് കാറി കയറി പോകുന്നത്. ഷിയാനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഒരു സിഗരറ്റ് വലിച്ച് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അമ്മേനെ കുറിച്ചാണ് ആലോചിച്ച് നോക്കുന്നത്. അമ്മ ഒരുപാട് ഡ്രഗ്സ് ഒക്കെ എടുക്കുമായിരുന്നല്ലോ. അമ്മ മരിച്ച ആ ഒരു ടൈമിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ യുവാനും വരുന്നുണ്ട്. അവൻ്റെ കയ്യിലുള്ള ചീട്ടെടുത്ത് നോക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ലാതിരിക്കുന്നതെന്നുള്ള ആ ഒരു ടെൻഷനിലാണ്
ഷിയാൻ നിൽക്കുന്നത്. ഇതേപോലെയായിരുന്നു യുഎസിലേക്ക് നീ എന്നെ പറഞ്ഞു വിട്ടപ്പം എനിക്കും തോന്നിയായിരുന്നു ഒരു വലിയ ലോകം എൻ്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങോട്ടേക്ക് എൻ്റെ ഈ കുഞ്ഞു ലോകത്തേക്ക് വരാനായിരുന്നു എനിക്ക് താല്പര്യം. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നമുക്ക് എല്ലാം ശരിയാക്കാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ടാണ് യുവാൻ ഷിയാൻ്റെ അടുത്ത് നിൽക്കുന്നത്. നിനക്കറിയോ എൻ്റെ പേടി എന്താണെന്ന് നിനക്കറിയോ? എൻ്റെ ഏറ്റവും വലിയ പേടി എൻ്റെ അമ്മ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച കണക്ക് നിന്നെ ലിലിയനെയും ബുദ്ധിമുട്ടിക്കരുതെന്നാണ്. ആ ഒരു കഷ്ടതയിലേക്ക് പറഞ്ഞു വിടരുതെന്നാണ്. അഥവാ എനിക്കെന്തെങ്കിലും പറ്റുവാണെങ്കിൽ അതങ്ങനെ വിട്ടേക്കെന്ന് ഷിയാൻ പറയാണ്. അതും ഭയങ്കരമായിട്ട് വിഷമിച്ച് കരച്ചിലൊക്കെ ഉള്ളിൽ ഒതുക്കി പിടിച്ച് വിങ്ങിപ്പൊട്ടിയാണ് പറയുന്നത്. യുവാൻ എണീറ്റ് ഷിയാൻ്റെ കയ്യിലേക്ക് ഭയങ്കരമായിട്ട് കടിച്ചിട്ട് വേദന എടുക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? നിങ്ങളിങ്ങനെ ഓരോന്ന് പറയുമ്പം എനിക്ക് എന്തോരം വേദന എടുക്കുന്നുണ്ടെന്നറിയോ? ഈ വാക്കുകൾ എന്നെ എന്തോരം വേദനിപ്പിക്കുന്നുണ്ടെന്നറിയോ? നോക്ക് ഷിയാൻ, എന്തൊക്കെ സംഭവിച്ചാലും ഇനി നീ എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി യുവാൻ ഷിയാനെ കൊടുക്കുന്നുണ്ട്. ഷിയാനും ചെറുതായിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട്. യുവാൻ ഷിയാൻ്റെ ബാഗും എടുത്ത് അവിടുന്ന് കയ്യിൽ പിടിച്ച് കൂട്ടിയിട്ടുമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം കിസ് ചെയ്ത് വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്ത് സ്മോക്കിങ് നിർത്തി എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇതിനാ വലിച്ചത്, കണ്ണേറ്റി അപ്പോൾ പോയി വലിക്കണമെന്ന് പറഞ്ഞ് യുവാൻ വഴക്ക് പറയുന്നുണ്ട്. ശരി, ഓക്കെ, ഇനി വലിക്കുന്നില്ലെന്നും പറഞ്ഞ് ഷിയാനും പറയുന്നുണ്ട്. അങ്ങനെ പയ്യന്മാര് വീട്ടിലേക്ക് കയറി പോവാണ്. ഇവിടെ പിന്നെ നമ്മൾ കാണുന്നത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ലിലീനെയാണ്. കൂടെ തന്നെ സാൻപെങ്ങും ഉണ്ട്. അവളെ ഷിയാനെ കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നത്. കുറച്ച് വയസ്സിന് മാത്രമാണ് അവരെക്കാട്ടും ഷിയാൻ മൂത്തതായിട്ടുള്ളത്. പക്ഷെ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഷിയാനാണ്. അവളെപ്പോൾ വലുതാവുമെന്ന് ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമായിരുന്നു, ഷിയാനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ. സാൻപെങ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഷിയാനും യുവാനും കൂടെ വരുന്നത്. ഓടിപ്പോയിട്ട് ഷിയാനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടെ ഹഗ് ചെയ്ത് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്. ഫസ്റ്റ് ഭാഗം ഭയങ്കര ഹാപ്പി ആയിരുന്നെങ്കിലും സെക്കൻഡ് ഭാഗം ഭയങ്കര സാഡായിരുന്നു. പക്ഷെ സമാധാനിക്കാം, 11ാമത്തെ എപ്പിസോഡിൽ അഥവാ നമ്മുടെ സീരീസ് കഴിയുന്നതിന് തൊട്ട് മുന്നേയുള്ള എപ്പിസോഡ് ഭയങ്കര സാഡാണെങ്കിൽ സീരീസ് ഹാപ്പി എൻഡിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രീ ഫൈനൽ എപ്പിസോഡ് കുറച്ച് സാഡാവും തന്നെയാണ് ഇഷ്ടം.